അപ്പൊ രാത്രിയിൽ ഇതിന്റെ ഒരു സൗണ്ട് ഉണ്ടാവും. രാത്രി സൗണ്ട് ഉണ്ടായിട്ട് അടുത്തുള്ള വീട്ടുകാരൊക്കെ വന്ന് നോക്കിപ്പോയിന്, ടോർച്ചൊക്കെ അടിച്ച് നോക്കിപ്പോയി, അവർ പേടിച്ചൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും ഒരു ശബ്ദം. ഇപ്പൊ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഈ സ്ഥലത്ത് രാത്രിയിൽ പകൽ ഇങ്ങനെ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇത് അന്വേഷിച്ച് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കണ്ടോ, ഇപ്പോഴും ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ പച്ചക്കറി കൃഷി ചെയ്യണ ഈ ഒരു സ്ഥലത്ത്, അതായത് ഇവിടെ മെയിനായിട്ട് പയറാണ് പുള്ളി കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പയർ കൃഷി ചെയ്യണ ഈ സ്ഥലത്ത് ലാഭം ഉണ്ടായെന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. നല്ല ലാഭമുണ്ട്. അപ്പോൾ എന്താണ് ഈ ശബ്ദത്തിൻ്റെ കാരണം, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പച്ചക്കറി കൃഷിയിൽ ഇത് ലാഭം ഉണ്ടാക്കി തന്നത്? അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇത് കൃഷി ചെയ്യുന്ന സിദ്ദിഖ് എന്ന ചേട്ടനുണ്ട്. അപ്പോൾ സിദ്ദിഖ് ചേട്ടൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമസ്കാരം സിദ്ദിഖ് ചേട്ടാ. നമസ്കാരം. അപ്പോൾ ഇതെന്താ പരിപാടി? ഞാനിവിടെ കുറച്ച് പയറുണ്ടാക്കിയിട്ടുണ്ട്. പയറൊക്കെ ഉണ്ടായി, നല്ല നീളം പയർ, നല്ല പച്ച പയർ. ചേട്ടാ, ഇത് നിങ്ങളുടെ പയർ കൃഷി ചെയ്യുന്ന ഈ ഒരു സ്ഥലത്ത് ഭയങ്കര ശബ്ദം എന്നാണ് പറയണത്. അപ്പോൾ എന്താണ് ഈ ശബ്ദം? അത് ഞാൻ 2 ബീറിന്റെ കുപ്പി കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടിയിട്ട് അതിന് മുന്നിൽ ഒരു കമ്പി തൂക്കി അടിയിലൊരു കാറ്റിനടിക്കുന്ന ഒരു സാധനം, പാള പോണത്തെ ഒരു സാധനം വെച്ച് കെട്ടി. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ്. അപ്പോൾ ഇത് ഈ ശബ്ദം കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങളെ പച്ചക്കറി കൃഷിയിൽ ഭയങ്കര ലാഭം എന്നൊക്കെ പറയുന്നു. ശരിക്കും എന്താണ് സംഭവം? അത് സംഭവം എന്ന് വെച്ചാൽ ഡെയിലി തത്ത മയില് വന്നിട്ട് മുറിച്ച് പോകും. അപ്പോൾ അതിപ്പോൾ വരുന്നില്ല. അതിനൊരു ലാഭമാണ്. ദിവസം 2 കിലോ 3 കിലോ പറിച്ച് അവർ തിന്നു പോകും, കട്ട് ചെയ്ത് പോകും. ഇവിടെ കിടക്കുന്നത് ഇതൊക്കെ തത്തൊക്കെ പറിച്ചു പോയ സാധനങ്ങളാ. ഇത് കണ്ടോ, ഇത് കെട്ടിയതിന് ശേഷമൊക്കെ അവര് പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. ഈ സൗണ്ട് ഇങ്ങനെ അടിക്കും, നല്ല സൗണ്ടാ. രാത്രിയും പകലും ഒക്കെ അല്ലേ? കാറ്റ് എപ്പോ ഉണ്ടോ അതുപോലെ അടിക്കും. ഓ, ഇതെങ്ങനെയാ? ഇത് മയിൽ ഇവിടെ നല്ല അറ്റാക്ക് ഉണ്ടല്ലേ? മയിൽ ഇഷ്ടം പോലെ സാറേ. അവർ വന്ന് അവിടുന്ന് നോക്കും, കുറച്ച് ദൂരത്ത് വന്നിട്ട് നോക്കിയിട്ട് ഈ സൗണ്ട് കേട്ട് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ഇത് വെച്ചതിന് ശേഷം നല്ല ഗുണമാണ്. എന്നുവെച്ചാല് സാധനങ്ങളൊന്നും നാശാക്കണില്ല. ഇവര് അടികൂടിയും വരും, തത്ത മുകൾ കൂടിയും വരുന്നുണ്ട്. ഇവരെങ്ങനെ തിന്നങ്ങനെ പോകല അവർ തലക്കന്ന്. ഓ, കണ്ടമാനം കട്ട് ചെയ്ത് പോയി. ഇതൊക്കെ സാറേ കട്ട് ചെയ്ത് പോയ സംഗതിയായിരുന്നു. ഇപ്പൊ ഉണങ്ങിപ്പോയതാ. ഒരു മാസത്തിനടുത്തായി. ഇതൊക്കെ തത്ത തിന്നു പോയത്. അതുണ്ടോ, തത്ത അതുപോലത്തെ കിളികളൊക്കെ വന്ന് തിന്നു പോണ സംഗതി ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ നിന്നു. ഇതുണ്ട, ഇതൊക്കെ തിന്നു പോയത്, ഉണങ്ങിപ്പോയതാണ്. ഒരുപാടുണ്ട്. ഇതൊക്കെ തിന്നു പോയി. ഇപ്പൊ ഇവര് വരില്ലേ ഇല്ല, ഇങ്ങോട്ട് വരില്ല ഈ സൗണ്ട് കാരണം. ഓ, ഇതിപ്പം നമ്മളിത് കൃഷി കഴിഞ്ഞ ശേഷമാണ് ഈ സാധനം പരീക്ഷിച്ചല്ലേ? കൃഷി കഴിഞ്ഞിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. അല്ല, അങ്ങനല്ല, ഞാൻ ഉദ്ദേശിച്ചത് ചെയ്തു തുടങ്ങിയതിന് ശേഷമാണ് ഇത് ഞാൻ പരീക്ഷിച്ചത്. ഇത് എങ്ങനെയാ ഇതിന്റെ ഐഡിയ ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട്? ഞാൻ സ്വയം ബുദ്ധി പ്രയോഗിച്ചു തന്നെയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പരിപാടി. എന്താ വെച്ചാൽ നമ്മൾ കാവലിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം മൃഗങ്ങളും പക്ഷികളൊക്കെ ഓടിപ്പോവും ഇതിന്റെ സൗണ്ട് കേട്ടിട്ട്. കാറ്റ് എത്രത്തോളം അടിക്കണോ അത്രത്തോളം സൗണ്ട് വരും. അപ്പൊ രാത്രിയിൽ ഇതിന്റെ ഒരു സൗണ്ട് ഉണ്ടാവും. രാത്രി സൗണ്ട് ഉണ്ടായിട്ട് അടുത്തുള്ള വീട്ടുകാരൊക്കെ വന്ന് നോക്കിപ്പോയിന്, ടോർച്ചൊക്കെ അടിച്ച് നോക്കിപ്പോയി, അവർ പേടിച്ചൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. എന്നോട് എൻ്റെ അടുത്ത് വന്നു. അല്ല, ഇതൊരു ചിലങ്ക ശബ്ദമാണല്ലോ അല്ലേ? അതെ, ചില ആൾക്കാർക്ക് പേടിയാണ്. അപ്പൊ അവർ 2-3 വീട്ടുകാർ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഇത് എന്താ ഇവിടെ സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ മാത്രമല്ല, നമുക്ക് അവിടെ ഉണ്ട്, നമ്മളെ വീടിന്റെ അടുത്ത് കൃഷിയുണ്ട്. അവിടെ ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല ചേട്ടാ, ഇത് അപ്പൊ ഈ സംഗതി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് മരുന്നും കാര്യങ്ങളൊന്നും അടിക്കണ്ടല്ലേ? ഒരു ആവശ്യമില്ല മരുന്ന്. പിന്നെ നമ്മൾ ആവശ്യമില്ല വെച്ചാൽ നല്ല വൃത്തിയായിട്ട് ഇതിർത്ത് ഒരു 700 കുറ്റി പയറുണ്ട് ഇവിടെ. ഇതുപോലത്തെ വലിയ നീളം പയറാ. വലിയ നീളം പയർ വെച്ചാൽ വലിയ നീളം ഉണ്ടാവും. 2 ഇനം പയറാണ് ഇതില്. നീളം പയറ്, കുറ്റിപ്പയറല്ല, നല്ല നീളം പയർ, നല്ല പച്ചവെള്ള വള്ളിപ്പയർ, നല്ല കുറ്റിയാണ്. ഒക്കെ എത്ര എണ്ണം വെച്ചിട്ടുണ്ട്? ഇതിലിപ്പോ ഒരു 700 കുറ്റി ഉണ്ടാവും. 700 കുറ്റി. അപ്പൊ നല്ല ഏരിയയിൽ ഇപ്പൊ ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഇതുപോലെ പഴയ കുറ്റികളാണ് കാണുന്നൊക്കെ. ഓ, ഇതിന്റെ പൂളന്റെ ഇടയിൽ കൊടുത്തിട്ട് നല്ലോണം കഴിച്ചിരുന്നു. ഉഷാറായിരുന്നു. ഓക്കെ. ആ ചേട്ടാ, അപ്പോഴ് ഈ സംഗതി ചെയ്യാൻ തുടങ്ങിയ ശേഷം വേറെ പ്രശ്നമില്ല? ഓ, ഉഷാറാണ്. എനിക്ക് സന്തോഷമാണ്. ഇത് കണ്ടില്ലേ, സൗണ്ട് കേട്ടില്ലേ, അടിച്ചുകൊണ്ടേ ഇരിക്കും. ഓക്കെ. അപ്പൊ ചേട്ടാ, ഇത് വേറൊരു കാര്യം. അപ്പൊ ഇത് ചെയ്യാൻ നമുക്ക് എന്താ സാധനങ്ങളൊക്കെ മെയിനായിട്ട് വേണ്ടത്? അത് 2 ബീർ കുടിക്കണ കുപ്പി, പൊട്ടണ കുപ്പി വേണം. അതായത് ഗ്ലാസിന്റെ കുപ്പി വേണം. പിന്നെ ചെറിയ ഒരു കമ്പി കഷ്ണം, അത് വെച്ചിട്ട് കെട്ടിയിട്ട് അവിടെ തൂക്കിയിട്ടാ മതി. അത് കണ്ട, ഒരു ഫ്ലക്സിന്റെ ചെറിയൊരു കഷ്ണം ഇട്ടിട്ട് തൂക്കിയിട്ടതാ. അതിന്റെ സൗണ്ടാണ് വരുന്നത്. ഒന്ന് കാണിച്ചു തരും കേട്ടോ. ഓ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും 2 കയറ് പിടിച്ച് കെട്ടുക.
ഇതൊരു കയറിന്റെ കഷത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് കെട്ടിയിട്ട് ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ടൈറ്റാക്കി നിന്നാൽ എന്തോ ഒരു ഫ്ലക്സിന്റെ കഷ്ണമാണ്. അത് വെച്ചാണ് അടിയിൽ കെട്ടി തൂക്കിയിട്ട് ഇതേപോലെ ഒരു കയർ കെട്ടിയിട്ടുണ്ട്. അതിന്റെ അവിടെ അടിക്കൊണ്ടിരിക്കും. കാറ്റുണ്ടെങ്കിൽ നല്ല സൗണ്ടാ. നമ്മളിതിൽ കറണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നും വേണ്ട സാറേ. ഒരുവിധം മൃഗങ്ങളും സാധനങ്ങളൊക്കെ ഓടിപ്പോവും. നായ്ക്കൾ വരെ ഉണ്ടായിരുന്നു, കുറുക്കന്മാർ വരെ ഒക്കെ കുത്തി മറിച്ചിട്ട് പോലെയായിരുന്നു. അപ്പൊ അവരൊന്നും വരലില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എപ്പോഴും ഒരു ആളനൊക്കെ ഉണ്ടായിരിക്കും. ഇല്ലേ? ഇത് കണ്ട പയറാണിത്. ഇതുപോലെ നല്ല വളം കൊടുത്ത ഒരൊറ്റ വളേ കൊടുക്കുള്ളൂ. ഒരൊറ്റ വെള്ളം കൊണ്ട് പൈപ്പ് വെള്ളം നിറച്ചു. ഒന്നും വേസ്റ്റ് ആവില്ല. കപ്പയുടെ ഒരു സ്ഥലമാണിത്. അപ്പൊ അതിന് ആ ചാലിൽ ഞാൻ ആ ഗ്യാപ്പിൽ അങ്ങോട്ട് പയർ കുഴിച്ചിടും. നിങ്ങളിപ്പോ കപ്പ വിളവെടുത്തതിന് ശേഷം ഇല്ലേ, പിഴുതെടുത്തതിന് ശേഷം നമ്മൾ ആ സ്ഥലത്ത് ഇല്ലേ? അതേ സ്ഥലത്ത്. ഈ സംഭവം നിങ്ങൾ വേറെ ഏതെങ്കിലും പച്ചക്കറി കൃഷിക്ക് പരീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. മെയിനായിട്ട് നമ്മൾ പയർ കൃഷി. പയറിനാണ് കൂടുതൽ തത്തകളൊക്കെ വരില്ലേ, കിളികളൊക്കെ അവർ ആ പയർ പറിച്ചു തിന്നാന്. ഇപ്പൊ ഈ തത്തകളും മയിലും നമുക്ക് വരാതെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഇല്ലേ? നല്ല നേക്കാണ് പരിപാടി. അപ്പൊ ഇതെന്താ ഇത്രയും വലിയൊരു കപ്പ അവിടെ നിൽക്കുന്ന? ഇത് ഞാനെന്ന് പറഞ്ഞാൽ ഇത് കപ്പക്ക് പയറിന് കുറ്റി കൊടുത്ത് കോട്ടൽ കൊടുത്തായിരുന്നു. അപ്പൊ അതിന് കുറ്റി പടർന്ന് പിടിക്കാളെ, ഇതുപോലത്തെ പടർന്ന് പിടിക്കാളെ. അപ്പൊ അത് ഞാനത് അങ്ങ് വെച്ചു. വെച്ചപ്പോ അതിന് നല്ല കേങ്ങുണ്ട്, ഇഷ്ടം പോലെ കേങ്ങുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല. അത് അന്ന് കുത്തിയ കൊമ്പാണ്, ഇതിനൊന്നും പരിക്കിട്ടൊന്നുമില്ല. അപ്പൊ നല്ല കേങ്ങുണ്ടോ, അങ്ങനെ നിർത്തിയതാണ്. ഇതിന്റെ ഗ്യാപ്പിലൊക്കെ ഉണ്ട്. അതായത് നമ്മള് കഴിഞ്ഞ കൃഷിക്ക് ഇതേപോലെ നിർത്തിയ ഉപയോഗിച്ച സാധനമാണ്. നല്ല കേങ്ങുണ്ടാവും സാറേ, നല്ല കേങ്ങുണ്ടാവും സാറേ. ഇതിനൊക്കെ നല്ല കേങ്ങുണ്ടാവും. ഓക്കെ, ഞാൻ പറിച്ചിട്ടുണ്ട്. ഇത് നമ്മള് ഈ കൃഷി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിഴു നോക്കുമ്പോഴേ അല്ലേ? നല്ല കേങ്ങുണ്ടാവും. നല്ല കേങ്ങുണ്ട, കപ്പ കേങ്ങ് നല്ല ഉഗ്രം കേങ്ങുണ്ടാവില്ലേ. അത് നല്ല പൊടി നല്ല കളർസുള്ള മണ്ണാണ്. നല്ല മണ്ണല്ലേ? മണ്ണ് നല്ല ഉഗ്രം മണ്ണാണ്. ഓക്കെ. അപ്പൊ ചേട്ടാ, നമുക്ക് ഈ സംഗതി എങ്ങനെയാണ് ഉണ്ടാക്കണെന്നൂടെ ഒന്ന് പറഞ്ഞു തരൂ. ഞാൻ എന്ന് പറഞ്ഞ സാറേ, ഇതിങ്ങനെ കപ്പൊക്കെ പറിക്കും, ഒന്ന് വൃത്തിയാക്കും, ചാല് നല്ലോണം കിളക്കും. നിങ്ങളൊക്കെ പറഞ്ഞ സാർമാര് പറഞ്ഞ മാതിരി ഞാൻ ചെയ്യും. വളമിടും, കോഴിവളമാണ് ഇടല്. അത് നല്ല പൊടുത്താ പയറിന്. പിന്നെ മഞ്ഞളിപ്പ് രോഗമോ മറ്റേ രോഗമോ നമ്മളെ തലമുടിപ്പോ ഒന്നും ഇതിനില്ല. അതിന്റെ കറക്റ്റ് സമയത്ത് വളം കൊടുക്കും. ഇപ്പൊ നല്ല സമയമാണല്ലോ. ഇതിന്റെ പച്ച കളർ കണ്ടോ? ഞാൻ എപ്പോഴും ഇവിടെ ഇതിങ്ങനെ പരിപാലിക്കും. എപ്പോഴും ഉണ്ടാവും. ഞാൻ രാവിലെ ഒരു 6 മണിക്ക് വരും, ഒരു 11 മണിക്ക് ഇവിടുന്ന് പോകും. പിന്നെ ഞാൻ 4 മണിക്ക് വരും, 7 മണി 6 മണി വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. ഈ സാധനം വെച്ചതിന് ശേഷം എനിക്ക് വല്ലാതെ വരേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇത് ചെറിയൊരു കുപ്പിയാണ് സാറേ. ഇതല്ലേ? അത് കാണുന്ന ചെറിയ കുപ്പിയാണ്. അതിന് സൗണ്ട് വേറൊരു സൗണ്ടാണ്. കണ്ടില്ല, ഒരു കിൽക്കാണ്. അപ്പൊ നമുക്ക് കുപ്പി സൈസ് അല്ലെങ്കിൽ കുപ്പിയുടെ ഷേപ്പ് സൗണ്ട് വ്യത്യാസം വരും. അപ്പൊ സിദ്ദിഖേട്ടാ, അപ്പൊ ഇത് എങ്ങനെയാണ് ഒരാൾക്ക് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ടത്? ഇത് സാറേ 2 കമ്പ് അപ്പുറത്ത് കുത്തുക. 2 കമ്പ് കുത്തുക അല്ലേ? എന്നിട്ട് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ കയറ് അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചു കെട്ടുക. ഇപ്പൊ ഇവിടെ നിന്നും അവിടെ നിങ്ങൾ കെട്ടിയിട്ടുണ്ട്, വലിച്ചു കെട്ടുക. ടൈറ്റ് ആയാല് ഉഷാറായി അവിടെ നിൽക്കും. ഒരു ഇതുപോലത്തെ 2 ബീറും കുപ്പി, ഒരു കയറിന്റെ കഷത്തുമ്പോൾ 2 കയറുമ്പോൾ കെട്ടി കറക്റ്റ് സൗണ്ടിൽ കെട്ടി തൂക്കിടുക. ചേട്ടാ, ബിയറിന്റെ കുപ്പി എടുക്കാൻ കാരണം എന്താണ്? ബിയറിന്റെ കുപ്പി എന്ന് പറഞ്ഞാൽ അത് ഗ്ലാസ് ആണ്, പ്ലാസ്റ്റിക്കിന് സൗണ്ട് വരൂല. അത് ശരിയാണ്. പ്ലാസ്റ്റിക്കിന് സൗണ്ട് വരില്ല. ഇതുപോലത്തെ സൗണ്ട് വരണമെങ്കിൽ കാറ്റടിച്ചാൽ നല്ല സൗണ്ടാ. അപ്പൊ എന്താ ഒരു പ്ലാസ്റ്റിക്കിന്റെ കയറാൻ സെൻട്രൽ കൊടുത്തിട്ട് ഒരു 8 mm ഒരു കമ്പിന്റെ കഷ്ണം, ചെറിയൊരു കഷ്ണം, അതാണ് കെട്ടിയിടുക. ചെറിയ കഷ്ണം 8 mm ഉഷാറായി. ഒരു നീളം നമുക്ക് എത്ര? ഒരു അടി 1.25 മതി. വെയിറ്റ് കൂടാൻ പാടില്ല, കൂടുതലാവാൻ പാടില്ല. അപ്പൊ കാറ്റിന് കുറച്ചൊരു പവർ കുറയും. പിന്നെ എക്സ്റേ ഏറ്റവും നല്ലത്. അത് എക്സ്റേ വീട്ടിലുള്ളത് ഒന്നും എടുത്തുകൊണ്ട് പോകുന്ന. പിന്നെ ടെർമോകോളിന്റെ വെള്ളം തട്ടാത്ത ഒരു ഫ്ലക്സിന്റെ ഒരൊറ്റ കഷ്ണം. ചേട്ടാ, നമ്മള് ഈ എന്താ പറയാ, ഈ 2 കുപ്പിയും തമ്മിൽ ഒരു എത്ര അരയടി ഇല്ലേ? അത് ഈ കമ്പിക്ക് ഏകദേശം ടച്ച് ആണ് അനുസരിച്ച് മതി. ഓക്കെ. അതായത് 2 കമ്പി തമ്മിൽ ഇത്ര അകലം, കാറ്റ് വരുന്നുണ്ട് മാറിക്കളി. അപ്പൊ അടി ഇപ്പൊ കാണാം, നല്ല അടിപ്പേര് വരും. നല്ല അടി വരും. അപ്പൊ നമ്മൾ ആ കമ്പി കെട്ടിക്കുന്ന ആ കയറിന്റെ താഴെയാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കമ്പി കെട്ടുന്ന പ്ലാസ്റ്റിക് കെട്ടിയിരുന്നു. സൗണ്ട് കേട്ടില്ലേ? അപ്പൊ അത് സ്വയം കാറ്റിന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടി അടിക്കും. നല്ല പരിപാടിയാ. ഇതങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോയൊന്നുമില്ല? ഒന്നുമില്ല. പൊട്ടിപ്പോണ്ട ആവശ്യമില്ല. ഇതിന് പരിക്ക് വരുന്നില്ല. അടിയിലെ ആ സാധനം മാത്രമല്ലേ ഓടണുള്ളൂ. അത് ശരിയാണല്ലോ. അപ്പൊ എങ്ങനെ നോക്കിയിരുന്നാലും സൗണ്ട് വരുന്നുണ്ട്, കണ്ടില്ലേ സാറേ? അവിടെ ഉണ്ട്. അപ്പൊ നമ്മളെ ഒരു
ഒരു 20 സെന്റ് അല്ലെങ്കിൽ 50 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യണമെങ്കിൽ നമ്മളൊരു എത്ര എണ്ണം കെട്ടേണ്ടി വരും? അതെന്ന് പറഞ്ഞപ്പോ ഇതിന് പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ലല്ലോ സാറേ. ഇത് നല്ല പരിപാടിയല്ലേ. ഞാനിപ്പോ ഒരു 6 എണ്ണം കെട്ടിയിട്ടുണ്ട്. ഒരു ഏകദേശം 25-30 സെന്റ് ഉണ്ട് ഇത്. 30 സെന്റ് നമ്മളൊരു 6 എണ്ണം കെട്ടിയിട്ടുണ്ട്. 6 എണ്ണം കെട്ടിയിട്ടുണ്ട്. ചുരുക്കി പറയാൻ നമുക്ക് ആ ശബ്ദം എല്ലായിടത്തും എത്തുന്ന എത്തും. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മളെ എളാപ്പന്റെ വീട്. അവിടുന്ന് നമ്മളെ എളാപ്പന്റെ മോൻ ചോദിച്ചു എന്തോ സൗണ്ട് വരുന്നുണ്ട്. അവര് ഇവിടെ തെരഞ്ഞു വന്നു. അപ്പൊ ഇത് കണ്ടിട്ട് അവര് പോയി. അടുത്തുള്ള വീട്ടുകാരൊക്കെ നല്ലോണം വന്ന് നോക്കിയിട്ടുണ്ട് ഇവിടെ എന്താ സംഭവം. ഇതിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കാണ്. ഓ, രാത്രിയൊക്കെ സൈലന്റില് നല്ല സൗണ്ടാ. രാത്രി നല്ല സൗണ്ടാ കാറ്റടിക്കുമ്പോ. പിന്നെ അത് മഴന്റെ പ്രശ്നമില്ല. മഴ കൊണ്ടാലും ഇതൊന്നും ആവും പോകുന്നില്ല. ഇത് പേപ്പറല്ലല്ലോ. അതെ, നമുക്കിത് ആവശ്യം കഴിഞ്ഞ് അഴിച്ചു വെക്കുകയും ചെയ്യാം. ഓ, അപ്പൊ സിദ്ദിഖേട്ടാ, അപ്പൊ ഇതാണ് നമ്മുടെ മെയിനായിട്ട് ഈ ശബ്ദത്തിന്റെ കാരണക്കാരൻ അല്ലേ? കാരണക്കാരനും ഈ നമ്മുടെ എന്താ പറയാ നമ്മുടെ കൃഷിയുടെ അല്ലേ തത്ത ഇതൊക്കെ ഓടിക്കുന്നുണ്ട്. അതുപോലെ കിളികള്. ചേട്ടാ ഈ സ്ഥലം ഒന്ന് പറഞ്ഞോട്ടെ, എല്ലാരും ഒന്ന് അറിഞ്ഞോട്ടെ. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ 7-ാം വാർഡ് കുമ്മണിപ്പറമ്പ്. നമ്മുടെ പേര് സിദ്ദീഖ് കടക്കോട്ടി. സിദ്ദീഖ് കടക്കോട്ടരി. ഞാനിപ്പോ ചെറിയൊരു കർഷകനാണ്. ചെറുപ്പത്തിലെ കർഷകനായിരുന്നു. ഞാൻ ഒരു 5-6 വർഷമായിട്ട് ഗൾഫിലായിരുന്നു. 2010 ഇവിടെ വന്നത്. അപ്പൊ ഞാൻ സ്വയം എന്റെ തൊഴിൽ ഞാൻ സ്വന്തം എടുക്കും. എനിക്കൊരു 10,000 വായന്റെ അടുത്ത് വായുണ്ട്. 2 ഏക്കർ കപ്പുണ്ട്. അതൊക്കെ കപ്പയാണ്. അപ്പൊ എനിക്ക് പണിക്കാരൊന്നും വിളിക്കലില്ല. ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യില്ല. നമ്മളെ കൃഷി വകുപ്പിന്റെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സംഗതികളും നമ്മൾ സാർമാർ പറഞ്ഞു തരലുണ്ട്. ഓക്കെ. അപ്പൊ സിദ്ദിഖേട്ടാ ഇപ്പോഴും നല്ല രീതിയിൽ ശബ്ദം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഐഡിയകൾ എന്തായാലും ഒരുപാട് പേർക്ക് പ്രയോജനം ഉണ്ടാവുമല്ലേ? ഓ, നമ്മൾ കാണിച്ചു കൊടുക്കും. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കെട്ടിക്കൊടുക്കാം. അപ്പൊ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തരത്തില് ഒരു എക്സ്ട്രാ പൈസ മുടക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ കെമിക്കലോ മറ്റ് സാധനങ്ങളോ ഒന്നും ഇവിടെ അടിക്കേണ്ട ആവശ്യമില്ല. ഒന്നുമില്ലാതെ വളരെ സിമ്പിൾ, ഏറ്റവും കുറഞ്ഞില്ല. അതായത് നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന സാധനം ഉപയോഗിച്ച് നമുക്ക് കൃഷിയിൽ നല്ല രീതിയിൽ ലാഭം. അല്ലേ? അപ്പോ എന്തായാലും ചേട്ടാ താങ്ക്സ്.